നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ 12 വർഷക്കാലത്തിന് ശേഷം ഇന്ന് നമുക്ക് ചുറ്റും കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രം, ആ ചിത്രം ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ കുറെ പേരെങ്കിലും 12 വർഷം മുൻപുള്ള സാഹചര്യം, ആ സാഹചര്യവുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയാത്തവരായിട്ടുള്ള നിരവധി ആളുകൾ. കുറെ പേർ ആ കാലത്തും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരുണ്ടാവും. നമ്മൾ ഈ താരതമ്യം നടത്തുമ്പോഴാണ് 2014 ജനവിധി എത്ര ചരിത്ര പ്രാധാന്യമുള്ള ജനവിധിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ കടന്നു വന്ന പാതകൾ, ആ പാതകളുടെ പ്രാധാന്യം, ആ പാതകളിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, നമ്മളെന്ന് പറയുമ്പോൾ ഈ നാട് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ആ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമാകുന്നു. ഒരു ഇന്ത്യയുടെ ചരിത്രത്തെ 1947 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തെ പരിശോധിച്ചാൽ അതിന് മുൻപുള്ള 2014 മുൻപുള്ള കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം എത്രമാത്രം വലുതാണ് എന്നുള്ളത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചു. ഭരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്ത, കേന്ദ്ര സർക്കാരിൽ പുനഃസംഘടന നടക്കാൻ പോകും. ധാരാളം ആളുകളുടെ പേരുകൾ നിരയിൽ വരുന്നുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ